നീ ജയിക്കാനും ഞാൻ തോൽക്കാനും. അന്ന് എന്നെ തോൽപ്പിച്ച് നീ ആ പടക്കം മുഴുവൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചു തീർത്തു. ഇന്ന് പക്ഷേ എൻ്റെ കുറേ വെടിമരുന്നുണ്ട്. കാര്യങ്ങൾ കുറേ തമരടിക്കാൻ കൊണ്ടുവന്ന് സ്റ്റോക്കാ. നമുക്ക് പഴയ കുട്ടികളായി പടക്കം പൊട്ടിച്ച് കളിക്കടാ. നോക്കേ നെടുങ്ങാടേ കൊളുത്തണോ. പടം ഓർമ്മയുണ്ട്. വല്യേട്ടൻ. ഞാനത് ഈ സംഭവം പറയാനിരിക്കുകയായിരുന്നു. വല്യേട്ടൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു സാധനം. സത്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഷോട്ടല്ല, ആ വീട്ടിൽ വന്ന് നിന്നിട്ട് മമ്മൂക്കയും നിങ്ങളും കൂടെ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, ഓർമ്മയുണ്ട്? വീടിൻ്റെ ഫ്രണ്ടിൽ ആ നേർക്ക് നേർ നിന്നൊരു സാധനം ചെയ്തു. അടിപൊളി സാധനം. പെർഫോമൻസ് നല്ല ഒരുപാട് വേരിയേഷൻസ് അതാണ് അവിടെ. ഇത് ഇതിപ്പോ ഹീറോ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ എത്രയോ മേളിലോട്ട് കയറിപ്പോയി വില്ലൻ. ഇനിയാണ് ഹീറോയിസ് ഉണ്ടാകുന്നത് അവിടെ. അതാണ് ഹീറോയിസ്. സത്യത്തില് ഈ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം പോലും ഹീറോയെ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഹീറോ വേറൊരു പ്രൊഫഷൻ ഇല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എനർജി എടുത്തിട്ട് നമ്മൾ ആ എനർജിയെ പുറത്തേക്ക് വിടുന്നത്. അതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നറിയാമോ ദേവേട്ട, ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കൂടുതലായിട്ട് റിയൽ ലൈഫിൽ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലത്തുള്ള ക്യാരക്ടേഴ്സിലൂടെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നിട്ട് മറ്റേവർ ഹീറോസ് കാണിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. അതിൻ്റെ പോസിറ്റീവാണ് നമ്മളിലേക്ക് വരുന്നത്. അതെ, ചിലപ്പം ഹീറോസ് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും. അതെ, നമുക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ട സന്ദർഭം ഉണ്ടെങ്കിലും വേണ്ട പോട്ടെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ചില സാഹചര്യം. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളിൽ ഇല്ലാത്ത വികാരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത കാര്യമാണ്. അത് നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദൈവാനുഗ്രഹമാണ്. അത് ജനം അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. കറക്റ്റാ. അല്ല, മുഖത്ത് മാത്രമല്ല, നമുക്ക് ശാരീരികമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടാറുണ്ട്. ഉണ്ട് ചേട്ടാ. അത് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും അല്ല, എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പം അത് കൊമഡിയൻ എന്നില്ല, ഹീറോ എന്നില്ല, വില്ലൻ എന്നില്ല, ക്യാരക്ടർ വേഷങ്ങളല്ല, എല്ലാവർക്കും ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മൂമെന്റ്സ് ആവാം. ഇപ്പോൾ ഞാനിപ്പം നമ്മുടെ വലിയേട്ടൻ്റെ സീൻ കണ്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ എല്ലാത്തിലും തോറ്റ് അവസാനത്തെ ആ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ സമയപ്പോഴും നമുക്കുടെ ക്യാരക്ടർ പറയുന്നത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പേരിലാണ് വിട്ടേക്കുന്നത്. അവിടുന്നാണ് നെടുങ്കാടി എന്ന് കേട്ടനെ വിളിക്കുന്നത്. വിളിച്ചതിന് ശേഷം ഈ കാല് വയ്യാത്ത ഒരുത്തനെ കിട്ടിയുള്ളൂ. കാലുള്ളവനെ പിടിക്കാൻ പറ്റുന്നില്ല. ആ കാലില്ലാത്ത ഒരുത്തനെ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഈ പടക്കം വെച്ചിട്ട് എങ്ങനെങ്കിലും ഇവന്റെ അടുത്ത് പറയുന്ന ആ ഒരു വൈരാഗ്യമല്ല, അത് ഒരു സൈക്കിക്കായി പോയി. ഇയാളൊരു ഡിപ്രസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് എവിടെങ്കിലും ഒന്ന് ജയിക്കണം. അപ്പൊ അതിന് വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് മാനസികമായി ഒരു തകരാറായി പോകുന്ന സമയം കൊണ്ടല്ല എന്ന് ചോദിച്ചു പോന്നേ. കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ചലനങ്ങൾ നമുക്കാവാം, എല്ലാ കഥാപാത്രങ്ങൾക്കും. അത് ഒരു ഇതുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വേറൊരു അർത്ഥം കാണരുത്. അതെന്ന് വെച്ചാൽ അവരിപ്പം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി വെക്കുന്നത് ആ കഥാപാത്രത്തിന് ഹീറോയിസിനെ വളർത്തിയെടുക്കാൻ വില്ലനിസം കൂടുതലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഡയറക്ടർ ചെയ്യുന്നത് അതാണ്, ഹീറോയിൻസിനെ വളർത്തിയെടുക്കാനായിട്ട് വില്ലനിസം കൂടുതൽ ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മീനിങ് ഇല്ല അതിന്.